ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇലക്ട്രിക്കൽ അല്ലേ? അപ്പൊ അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിന് നോട്ടിഫിക്കേഷൻ PSC ഇറക്കിയിട്ടില്ലല്ലോ എന്നല്ലേ? അതായത് നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റികളിൽ ഇലക്ട്രിക്കൽ നോട്ടിഫിക്കേഷൻ, അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇൻ PWD അല്ലേ? അപ്പോൾ ആ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ അപ്ലൈ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഗസറ്റിൽ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ആ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നില്ല അറിയില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഈ ഒരു സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻസും കൂടി ഒരുമിച്ചിട്ട് സെറ്റ് ആക്കാന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ജൂൺ ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും അതിന് നോട്ടിഫിക്കേഷൻ വരാമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും വരുന്നുണ്ടാവും. ഓക്കെ, ജൂൺ ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ അദ്ദേഹം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. അപ്പോൾ ഇതിലിപ്പം നമുക്കിനിയിപ്പം ആ, പറയാനുള്ളത് 39 ദിവസത്തിലേക്ക് PSC എന്ത് ചെയ്യാം വിജ്ഞാപനം ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഇലക്ട്രിക്കലാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്നുള്ള പോസ്റ്റിലേക്കാണ് കേട്ടോ. അപ്പോ ഓക്കെ, അപ്പൊ ഇതെന്താ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നുണ്ടാവും. അപ്പൊ അത് ഗസറ്റില് ജൂൺ ഫസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വരുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോ അങ്ങനെ ആകുമ്പോൾ അതിന്റെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ മുന്നത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ്, അതേപോലെ ഇലക്ട്രോണിക്സ് PWD. അപ്പൊ ഇലക്ട്രോണിക്സിന്റെ ഇലക്ട്രിക്കൽ ആർക്കും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് എന്താ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.